നമ്മുടെ കേരളത്തിലെ പല മേഖലകളിലും ഇന്നും നമ്മുടെ പ്രവർത്തകന്മാർ, സ്വയം സേവകരായിട്ടുള്ള ആളുകളും BJP പ്രവർത്തകരും എല്ലാം വീട്ടിനകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ആ കുടുംബക്കാർ അവരുടെ ചെരുപ്പെടുത്ത് വീട്ടിനകത്തേക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഭീകരവാദികളായിട്ടുള്ള ചുവപ്പൻ ഭീകരവാദികൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നരാധമന്മാർ തങ്ങളുടെ മക്കൾ ഈ വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അരിവാളുമായി ആ വീടിനകത്തേക്ക് കയറി വരാൻ വെമ്പി നിൽക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. അതുകൊണ്ട് അമ്മ പെങ്ങന്മാർ അവരുടെ മക്കളുടെ ചെരുപ്പുകൾ പോലും എടുത്ത് ഉള്ളിലോട്ട് വെക്കാറുണ്ട്. ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുപോലും സ്വന്തം മരണ വാറണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് മുൻപിൽ ഒന്നും പാതാറാതെ നാളെ നിങ്ങളുടെ റീത്തിന്റെ നെഞ്ചത്ത് വെക്കേണ്ടി വന്നാൽ പോലും ഞാൻ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കുങ്കുമഹരിത പതാക ഇത് ഈ കയ്യിൽ ഉറക്കെ പിടിച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് ഈ പതാകയെ ആഴ്ത്തിയിറക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. കണ്ണൂർ ജില്ലയിലെ നിരവധി ബലിദാനികളുടെ സ്മൃതി കുടീരത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. തലശ്ശേരി കാര്യാലയത്തില് നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. ഇതുപോലുള്ള വലിയ ഹാളിനകത്ത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെ തലശ്ശേരി കാര്യാലയത്തിനകത്ത് വലിയ ഒരു ബോർഡുണ്ട്. അവിടെ നമ്മുടെ നിരവധി ബലിദാനികളായ ആളുകളുടെ ചിത്രങ്ങളാണ് അതിനകത്തുള്ളത്. നാളെ എന്റെ ചിത്രവും അതിനകത്തേക്ക് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളുള്ളത്. സ്വന്തം കൂടപ്പറപ്പുകള് കൺമുൻപില് പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ടും ഈ ആദർശത്തിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകാത്തതായിട്ടുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളുടെ സ്മൃതി മണ്ഡപത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഒരു കാറ്റ് വീശാറുണ്ട്. ഒരു ആദർശത്തിന്റെ തീച്ചുളിൽ നിന്നൊരു കാറ്റ് വീശാറുണ്ട്. ആ കാറ്റ് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാല് വേദിയിലിരിക്കാൻ ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകളൊന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള ബലിദാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ മാത്രം മതി ഈ പാർട്ടിയെ ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട്. സർവ്വസാധാരണക്കാരന്റെ ഹൃദയത്തിലാണ് BJP ഉള്ളത്. അത്തരത്തിലുള്ള സാധാരണക്കാരന്റെ പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയാണ് ഈ പാർട്ടി ഇന്ന് കേരളത്തിലെ ഉടനീളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചില തകരകള് ഈ പാർട്ടി വിട്ട് പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് നിങ്ങൾ എന്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി വിട്ട് പുറത്തു പോയതാണെങ്കിലും ഇപ്പൊ മറ്റു പാർട്ടിയിലെ സ്ഥാനം കിട്ടാതെ ഈ സ്ഥാനത്തിന് വേണ്ടി തേരാപ്പാറ കേരളം മുഴുവൻ അലഞ്ഞു നടക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കിയാൽ മതി. ഈ പറയുന്ന ആളുകളെ മുഴുവൻ ആളുകളും നേതാക്കന്മാരും ആക്കി മാറ്റിയത് ഉച്ചത്തിലെ ഭാരത് മാതാ കി ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരാണ്. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമസ്തേ സദാവത്സല എന്ന് പാടിയിട്ടുള്ള സ്വയം സേവകരാണ്. അവരാണ് ഓരോരുത്തരെയും നേതാക്കന്മാരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് വേദിയിലെ കസേരകളല്ല വേണ്ടത്, പ്രവർത്തകരുടെ ഹൃദയത്തിലെ സ്ഥാനമാണ് വേണ്ടത്. അതിനുവേണ്ടി പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് വരേണ്ടതായിട്ടുള്ളത്.